ഹലോ, ഏറ്റവും പുതിയ ബേസിൽ ചലച്ചിത്രം പൊന്മാന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ പൊന്മാൻ ഈ പേര് കേൾക്കുന്ന സമയത്ത് ചിലർക്കെങ്കിലും ഇതൊരു കിളിയുടെ പേരായിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ എഴുതിയിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ തന്നെ കാണാം, രണ്ട് വേർഡാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്, പൊന്നെന്നും മാൻ എന്നും. അപ്പോൾ പൊന്ന് നമ്മളെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവനിങ്ങനെ പൈസ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റോറി, സമകാലിക പ്രസക്തിയുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഇത് ഫീൽ ചെയ്തത്. യഥാർത്ഥത്തിൽ GR ഇന്ദുഗോപന്റെ 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന ഒരു കഥയെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തിരക്കഥയിൽ അതേപോലെ തന്നെ കഥ എന്നുള്ളത് GR ഇന്ദുഗോപന്റെ തന്നെയാണ്. അപ്പൊ ഈ ഒരു സിനിമയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാള സിനിമ എപ്പോഴും സംസാരിക്കുന്ന വളരെ പ്രസക്തമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. അത്തരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ ഇത്രയും കൺവീനിയൻസ് ആയിട്ടുള്ള രീതിയിൽ അത് അവതരിപ്പിക്കുക എന്നുള്ളത് ശരിക്കും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ എത്രയൊക്കെ ഡൗറി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രത്യേകിച്ച് പല ഭാഗങ്ങളിലും ഡൗറി എന്നുള്ളത് ഇന്നും പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പല ഭാഗങ്ങളിലും ആളുകൾ അത് വാങ്ങിക്കുന്നുണ്ട്. പൊതുവെ അത് പറയുന്ന സമയത്ത് ഇതെന്തോ നമുക്ക് കിട്ടേണ്ട കാര്യമാണ് എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നും ഉണ്ട്. അപ്പൊ ഈ ഒരു സിനിമയുടെ പശ്ചാത്തലമായിട്ട് വരുന്നത് കൊല്ലം ജില്ലയാണ്. എന്തുകൊണ്ട് കൊല്ലം ചൂസ് ചെയ്തു എന്നുള്ളത് ഈ സിനിമയിൽ തന്നെയുണ്ട്. കൊല്ലത്ത് പല വീടുകളിലും ഈ കല്യാണ പിരിവ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. അപ്പൊ ഈ കല്യാണ പിരിവിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചിത്രം വരുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ട് അഭിനയിച്ചത് ആരാന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ അത് ബേസിൽ തന്നെയാണ് കേട്ടോ. എനിക്ക് ബേസിലിന്റെ പ്രാൻകൂർ ഷോപ്പൊക്കെ കണ്ട സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ആവർത്തന വിരസതയോ എന്തോ കണ്ട പോലത്തെയുള്ള ഒരു തോട്ടമോ ഒക്കെ ബേസിലിന്റെ അഭിനയത്തിൽ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ ഈ ഒരു പൊന്മാൻ കാണുന്ന സമയത്ത് ബേസിൽ എന്നുള്ള നടനെ ശരിക്കും ഇതിൽ കാണാം. എത്ര അടിപൊളിയായിട്ടാണെന്നറിയാം അദ്ദേഹം ഇതിലെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു കഥാപാത്രം, ജീവിക്കാൻ വേണ്ടി അങ്ങേയറ്റം കഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം. അതിനിടയിൽ അയാൾക്ക് നിലനിന്ന് പോകാനുള്ള കുറച്ച് കുസൃതികളും അതേപോലെ തന്നെ അയാൾ നിൽക്കുന്ന സ്ട്രഗിളും ഒക്കെയാണ് ഈ സിനിമയിലുള്ളത്. പ്രത്യേകിച്ച് ഇമോഷണൽ സീന് ബേസിൽ അവതരിപ്പിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വളരെ പൊട്ടൻഷ്യലുള്ള, സത്യം പറഞ്ഞാൽ ജനപ്രിയ നായകൻ എന്ന് പറയാൻ പറ്റുന്ന ആള് തന്നെയാണ് ബേസിൽ. ആദ്യമൊക്കെ എനിക്ക് ചില സമയത്ത് ആ ഒരു ടാഗ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എന്നാലും പല ഏരിയാസും മൂപ്പരുടേതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നില്ല. ബട്ട് ഈ ഒരു സിനിമ കണ്ടപ്പോൾ അടിപൊളിയായിട്ട് ബേസിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലുള്ള കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് തന്നെയാണ് കേട്ടോ ഇതിൽ ഏറ്റവും എടുത്ത് നിൽക്കുന്ന ഒരു